അധ്യക്ഷൻ പ്രിയപ്പെട്ട റസാഖ് മാസ്റ്റർ, ജില്ലാ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ടി ഡോക്ടർ മുനീർ സാഹിബ്, ബഹുമാനപ്പെട്ട ഉമർ പാണ്ടികശാല, ബഹുമാനപ്പെട്ട കമാൽ വരദൂർ, നാസർ ഫൈസി കുടത്തായി, ഡോക്ടർ മൊയ്തു, സൂഫി നെരുക്കാട്ടേരി, CP ചെറിയ മുഹമ്മദ്, വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ തന്ന സ്വീകരണം, ഞാൻ സ്വീകരണം എന്നുള്ള വാക്കിന് ഉപയോഗിക്കില്ല. കാരണം സ്വീകരണം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഘട്ടത്തിൽ പ്രയോഗിക്കേണ്ട ഒരു വാക്യമല്ല. സ്വീകരണം നൽകുന്നത് ഒരു കർത്തവ്യം ഒരാളെ ഏൽപ്പിച്ചിട്ട് ആ കർത്തവ്യം ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്വീകരണം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. ഇതിനെ പക്ഷേ ഞാൻ ഒരു ആശംസായോഗമായിട്ട് മാത്രം കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ സമയത്ത് എനിക്ക് പ്രാർത്ഥനയും ആശംസകളുമാണ് ആവശ്യം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പാണക്കാട് തങ്ങൾ ഈ പ്രഖ്യാപനം പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ സമുദായ സംഘടനകളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും അവരുടെ ഓഫീസുകളിൽ പോയി ഞാൻ സന്ദർശിച്ചു. ഓരോ ഓഫീസിൽ പോകുമ്പോഴും ഓരോ നേതാക്കന്മാരെ കാണുമ്പോഴും അവരുടെ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് എന്നെ അവിടെ സ്വീകരിച്ച് ആനയിക്കും. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, ഞാൻ കാരന്തൂർ മർക്കസിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കാണാൻ പോയപ്പോൾ അവിടെ നമുക്ക് തന്നൊരു സ്വീകരണം മനസ്സിന് വലിയ കുളിർമ തന്ന ഒരവസരങ്ങളിലൊന്നായിരുന്നു അത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഓരോരുത്തരും ഇതുപോലത്തെ സ്വീകരണം തരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് അവരർപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചപ്പോഴും എല്ലാവരും പറയുന്നതും വലിയ പ്രതീക്ഷയുണ്ടെന്നുള്ളതാണ്. അങ്ങനെ പ്രതീക്ഷ ഉള്ളപ്പോൾ, പ്രതീക്ഷ ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കുമ്പോൾ അത്രമാത്രം വെല്ലുവിളികളാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. കാരണം ആ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് പ്രവർത്തിക്കാൻ എനിക്കാകുമോ എന്നുള്ള പ്രതീക്ഷയാണ് ഓരോരുത്തർക്കും. പക്ഷെ ആകുമോ ഇല്ലയോ എന്നുള്ളത് കാലം മാത്രമേ തെളിയിക്കുകയുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണത്. മാത്രവുമല്ല, നേരത്തെ ബഹുമാനപ്പെട്ട ഒരു പ്രാസംഗികൻ സൂചിപ്പിച്ചു, ഉത്തരേന്ത്യയിലുള്ള സമുദായത്തെയും പാർട്ടിയെയും പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ഞാൻ ഏറ്റെടുക്കണമെന്ന്. അവരും അങ്ങനെ തന്നെയാണ് ഇതിനെക്കുറിച്ച് സമീപിച്ചിരിക്കുന്നത്. അതായത് ഉത്തരേന്ത്യയിലുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർ, അവർക്ക് ഒരു MP കിട്ടിയ ഒരു സന്തോഷമാണ് പാണക്കാട് തങ്ങളുടെ പ്രഖ്യാപനത്തിന് ശേഷം എനിക്ക് വന്ന ഫോൺ കോളിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള നമ്മുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഫോൺ കോളുകൾ സൂചിപ്പിക്കുന്നു. കാരണം ഞാനിപ്പോൾ MP ആണെങ്കിലും അല്ലെങ്കിലും കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ഞാൻ ഡൽഹിയിലുള്ളത് കൊണ്ട് തന്നെ ഡൽഹിയിൽ വരുമ്പോഴെല്ലാം നമ്മുടെ ഓഫീസിൽ വരും. ഡൽഹിയിൽ KMCC സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും അവർ വന്ന് പങ്കെടുക്കും. അത് ഉത്തർപ്രദേശിൽ നിന്നായാലും ജാർഖണ്ഡിൽ നിന്നായാലും ബീഹാറിൽ നിന്നായാലും എവിടെ നിന്നായാലും. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം അവരുടെ സംസ്ഥാനങ്ങളിൽ അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും അവർ വരും. അതുകൊണ്ട് തന്നെ അവരായിട്ട് നമ്മൾ നല്ല സൗഹാർദ്ദത്തിലാണ്. അങ്ങനെ ഇരിക്കാനാണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച അലിഗറിൽ ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നത്. അങ്ങനെ ആൾക്കൂട്ട കൊലപാതകം നടന്നപ്പോൾ UP സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ മത്തീൻ ഖാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും അവിടെ ഒന്ന് വരണം. അപ്പം ഞാൻ അന്ന് സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വരാം. അപ്പോൾ പറഞ്ഞു, ഇല്ല, എന്തായാലും നിങ്ങൾ വന്നേ നിവൃത്തിയുള്ളൂ. ഞാനപ്പോൾ പറഞ്ഞു, ബഷീർ സാഹിബോ അല്ലെങ്കിൽ സമദാനി സാഹിബോ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, അത് പോരാ, നിങ്ങൾ തന്നെ വരണം. അങ്ങനെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊന്ന് അലിഗറിൽ പോയി. അപ്പോൾ അലിഗറിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ആൾക്കൂട്ട കൊലപാതകം നടത്തുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു സെൻസിറ്റീവായിട്ടുള്ള പ്രദേശമാണ്. അപ്പം ഞാൻ വളരെ ഒഫീഷ്യലായിട്ട് ചീഫ് സെക്രട്ടറി മുതൽ എല്ലാവർക്കും കത്തെഴുതി, ഇന്ന കാരണം കൊണ്ട് ഞാൻ വരുന്നുണ്ട്, എനിക്ക് അവിടുത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് തൊട്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ വരെ കാണണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണം എന്നുള്ള രീതിയിലുള്ള കത്തുകളെല്ലാം ഔദ്യോഗികമായിട്ട് തന്നെ ഞാൻ എഴുതി. അപ്പോൾ തലേ ദിവസം ഫോണുകൾ വന്നു തുടങ്ങി.
അത് ലക്നൗ ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് മുതൽ അലിഗറിലെ സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ ഓഫീസിൽ നിന്ന് വരെ ഫോണുകൾ വന്നോടി. പക്ഷെ അവരെല്ലാം പോസിറ്റീവ് സെൻസിൽ തന്നെ എടുത്ത്. അവരായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ജനപ്രതിനിധിയാണ്, രാജ്യസഭാ അംഗമാണ്, ഒരാൾക്കൂട്ട കൊലപാതകം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയി എന്താണ് അവിടെ നടന്നതെന്നുള്ളൊരു ഫാക്ട് ഫൈൻഡിങ് മിഷൻ്റെ ഭാഗമാകാൻ എനിക്ക് വലിയ ക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ പറഞ്ഞു, സാറിന് സ്വാഗതം, നിങ്ങളിങ്ങോട്ട് വന്നോ. ഞാൻ ഡൽഹിയിൽ നിന്ന് യു പിയുടെ ബോർഡർ ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ യു പി ബോർഡർ എത്തും. ബോർഡർ എത്തിയപ്പോൾ തന്നെ അവിടെ ടോൾ പ്ലാസയുണ്ട്. ആ ടോൾ പ്ലാസയിൽ 2 പോലീസ് ജീപ്പുകളാണ് എനിക്ക് വേണ്ടി കാത്തു കിടന്നത്, അതായത് പൈലറ്റും എസ്കോർട്ടും ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ അലിഗറിൽ ഡോക്ടർ മത്തീൻ ഖാൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരെല്ലാം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും കൂട്ടി ഞാൻ ആദ്യം തന്നെ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പോയി, ഓഫീസിൽ പോയി. ജില്ലാ മജിസ്ട്രേറ്റുമായിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നടന്നത് ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ്. എന്താണ് അതിൻ്റെ കാരണമെന്നൊന്നുമല്ല, പക്ഷേ ഈ നടന്നത് ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ്. അതിൻ്റെ രീതിയിലുള്ള ഒരു ഒഫൻസ് ഞങ്ങൾ ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരമാണ്. ആദ്യ ഗഡു നഷ്ടപരിഹാരം ഞങ്ങൾ കൊടുത്തു. നിങ്ങൾ ഒരു അപേക്ഷ ഇപ്പോൾ എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ തന്നെ അത് ലക്നൌവിലെ സർക്കാരിലേക്ക് ഞങ്ങൾ ഫോർവേഡ് ചെയ്യാം. അവിടെ നിന്ന് അത് സാങ്ഷൻ ആവുന്ന മുറയ്ക്ക് ഞങ്ങൾ നഷ്ടപരിഹാരം കൂട്ടിക്കൊടുക്കാം. അത് കഴിഞ്ഞ് നേരെ ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായ മുഹമ്മദ് ഫരീദിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം ചെറിയ ഗലിയാണ്, നമ്മുടെ വണ്ടികളൊന്നും പോവില്ല. വണ്ടിയൊക്കെ നമ്മൾ 1 കിലോമീറ്റർ അപ്പുറം മാറ്റി നിർത്തിയിട്ട് പിന്നെ നമ്മൾ നടക്കണം. അപ്പം അത്രയ്ക്ക് സാമ്പത്തികമില്ലാത്ത ഒരു കുടുംബമാണത്. അപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു 5, 6, 10 പോലീസുകാരും കൂടെ നടക്കുന്നുണ്ട്, നമ്മുടെ എസ്കോർട്ടും ഇതൊക്കെ ആയിട്ട്. അവിടുത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മാനെയും സഹോദരിയെയും കണ്ടു. അവർ പറഞ്ഞ്, റൊട്ടി ഉണ്ടാക്കി വെക്കുന്ന ഒരാളായിരുന്നു എൻ്റെ മകൻ. അവൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മദ്യപിച്ചിരുന്ന കുറച്ച് ആൾക്കൂട്ടമാണ് ആക്രമിച്ചത്. ഈ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് അവനെ ആക്രമിച്ചത് എന്നുള്ളതാണ്. അവരെ സമാധാനിപ്പിച്ചു, വേണ്ട രീതിയിലുള്ള നിയമസഹായം വാഗ്ദാനം ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന അധികാരികളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ കയറണമെന്നുള്ള ഒരാവശ്യം വന്നു. അവിടെ കയറിയപ്പോൾ 25ഓളം വരുന്ന അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസർമാരോ അല്ലെങ്കിൽ മുൻ വിദ്യാർത്ഥികളോ എന്നെ കാണണം. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ആവശ്യകത എന്നത്തെക്കാളും ഏറ്റവും കൂടുതൽ ആവശ്യം ഈ സമയത്താണ് എന്നുള്ളത് തങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതും, നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വാഗ്ദാനമാണ് തന്നത്. അത് സത്യം പറഞ്ഞാൽ മനസ്സിന് വലിയൊരു കുളിരേക്ക്. കാരണം ഒരു മുസ്ലിം ഇൻ്റലിജൻഷ്യയാണ് അവർ. വെറുതെ നടക്കുന്ന ആളുകളല്ല. ശരിക്കും അവിടെ അലിഗർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തതും അതേപോലെ അവിടെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു സംഘമാണ്. അപ്പോൾ അവിടെ പാർട്ടിയെ പുനരുദ്ധീപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഇടപെടലുകളാണ് ചിലപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത്. അതൊരു സ്ഥലം മാത്രമല്ല, പല സ്ഥലങ്ങൾ. ഇപ്പോൾ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്നുള്ള അങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ആൾക്കൂട്ട കൊലപാതകം ഇങ്ങനെ നേരിട്ട് അവിടെ പോയി അവരുടെ അടുത്ത് നിന്ന് വിശദീകരണങ്ങളെല്ലാം ചോദിച്ചത് കൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു നിയമം വേണമെന്നുള്ളത് എൻ്റെ മനസ്സിൽ വന്നു. ഇപ്പോൾ യാതൊരു നിയമവുമില്ല, ഈ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ യാതൊരു നിയമവുമില്ല. അതിൻ്റെ ഫലമായിട്ട് ഞാനൊരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു. അതായത് ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നത് ഒരു തീവ്രവാദ കേസ് ആയിട്ട് പരിഗണിക്കണം, ഒരു തീവ്രവാദ അറ്റാക്കായിട്ട്, ടെററിസ്റ്റ് അറ്റാക്കായിട്ട് പരിഗണിക്കണം. അതിനകത്ത് ഉൾപ്പെട്ട പ്രതികൾക്ക് വധശിക്ഷയോ ജീവപര്യന്തമോ തന്നെ കൊടുക്കണം. കാരണം ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് പറ്റുന്നതല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിന് പറ്റുന്നതല്ല. കാരണം എല്ലാവരുടെ മുമ്പിലിട്ടിട്ട് ഒരാളെ തല്ലിക്കൊല്ലുകയാണ്. ഒരു അപരിഷ്കൃത സമൂഹത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു തീവ്രവാദ അറ്റാക്ക് കേസായിട്ട് പരിഗണിച്ച് അതിനെ ആ രീതിയിലുള്ള ഒരു ഒഫൻസാക്കി മാറ്റണമെന്നുള്ള ഒരു പ്രൈവറ്റ് ബില്ല് പോലും ഞാനിപ്പോൾ ഓൾറെഡി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രൈവറ്റ് ബില്ലുകളെല്ലാം നിങ്ങൾക്കറിയാം, അത് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ മാത്രമേ അത് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടൂ. പക്ഷേ നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനത് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് സാന്ദർഭികമായിട്ട് ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം.
ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഡൽഹിയിൽ കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് നിൽക്കണം. കേരള സർക്കാരിന് ഡൽഹിയിൽ എന്താണ് വേണ്ടത്, അതുപോലെ മലയാളികളായിട്ടുള്ള ആളുകൾ ഡൽഹിയിൽ വരുമ്പോൾ എന്താണ് അവരുടെ ആവശ്യമെന്നുള്ള ആ ഒരു കാര്യം നിറവേറ്റുന്നതിൽ പ്രഥമ പരിഗണന നൽകണമെന്നാണ് പാണക്കാട് തങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതേപോലെ തന്നെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗ ദളിത് വിഭാഗങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് പാർലമെന്റിൽ ഈ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായിട്ട് ചെറുത്ത് നിൽക്കാൻ നമ്മൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകണം എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ ഈ 2 കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യസഭാ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ ദിവസം ഒരു ചരിത്രപരമായിട്ട്, ഇപ്പോൾ നേരത്തെ കമാൽ വരദൂർ പറഞ്ഞ പോലെ, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാനുള്ള ഒരു അവസരമുണ്ടായത്. ആ ദിവസവും ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഡൽഹിയിലുണ്ട്. അദ്ദേഹം രാവിലെ തന്നെ വീട്ടിൽ വന്ന് ദുആ ചെയ്ത് ഞങ്ങൾ രാജ്യസഭയിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിറങ്ങി. അപ്പോൾ അതിൻ്റെ തലേ ദിവസം രാജ്യസഭയിലെ നമ്മുടെ ലീഡറായിട്ടുള്ള അബ്ദുൽ വഹാബ് സാഹിബ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൻ്റെ നന്ദി പ്രമേയ ചർച്ച നടക്കുന്നത്, നമ്മളുടെ പാർട്ടിക്ക് 3 മിനിറ്റ് സമയം കിട്ടും സംസാരിക്കാൻ, മാനസികമായിട്ട് നീ തയ്യാറെടുത്തോ സംസാരിക്കാനെന്ന്. അത് തലേ ദിവസമാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ പിറ്റേ ദിവസം സത്യപ്രതിജ്ഞയുണ്ട്, എൻ്റെ കുടുംബാംഗങ്ങൾ വന്നിട്ടുണ്ട്, പാണക്കാട് തങ്ങൾ വന്നിട്ടുണ്ട്, ഇവിടെ നിന്നുള്ള ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരുടെയും സൗകര്യങ്ങളെല്ലാം ഒരുക്കണം, പാസുകളെല്ലാം ഒരുക്കണം. പിറ്റേ ദിവസം രാവിലെ തന്നെ ഏഷ്യാനെറ്റും അതേപോലെ തന്നെ TV മീഡിയകളും മാതൃഭൂമിയും മനോരമയും മീഡിയ 1 എല്ലാം രാവിലെ 7 മണിക്കുള്ള ഷോക്ക് തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് പെർഫോം ചെയ്തു, ഇല്ലാന്നുണ്ടെങ്കിൽ അതോടുകൂടി ഞാൻ തീർന്നു, നമ്മുടെ കരിയർ അതോടുകൂടി തീർന്ന പോലെയാവും. പക്ഷെ എന്നിരുന്നാലും ഇതുപോലത്തെ ഒരു ഉത്തരവാദിത്വം, വെല്ലുവിളി എന്ന് പറയുന്നത് ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സംഗതിയാണ്. ഞാൻ അത് ഏറ്റെടുത്തു. ഡൽഹിയിൽ സുബഹി ബാങ്ക് ഏകദേശം 3:50 വെളുപ്പിന് 3:50 കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റിട്ട് നിസ്കരിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇതിനകത്തുള്ള സംഗതി എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം രാഷ്ട്രപതിയുടെ പ്രസംഗം തന്നെ കേൾക്കേണ്ടി വന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ പ്രസംഗം മുഴുവൻ കേൾക്കണം. അതിനുശേഷം ആ പ്രസംഗത്തിന് എന്തെല്ലാമാണ് ആളുകൾ മറുപടി പറഞ്ഞത് നമുക്ക് കേൾക്കണം. അതിനുശേഷം നമ്മളെ സംബന്ധിച്ച് എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ ഉന്നയിക്കേണ്ടതെന്നുള്ളത് നമ്മൾ കേൾക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു 3-4 മണിക്കൂർ എടുത്തിട്ടാണ് ഈ സംഗതികളെല്ലാം ആ സമയത്ത് നമ്മൾ കൂടി യോജിപ്പിച്ച്. എന്നിട്ട് പോലും ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ആദ്യമായിട്ട് രാജ്യസഭയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊക്കെ നമ്മളൊന്ന് വിറക്കും. പക്ഷേ ചെയർമാൻ വളരെ അനുകമ്പാപൂർണമായിട്ടുള്ളൊരു സമീപനം നമുക്ക് തന്നു. 3 മിനിറ്റിന് പകരം 10 മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു സമയപരിധി തന്നു. ഈ 10 മിനിറ്റിൽ ഞാനൊരു 10 വിഷയങ്ങളെങ്കിലും ഞാൻ അവിടെ അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളതാണ് പിന്നീടുണ്ടായിരുന്ന വസ്തുത. നമ്മളുടെ സമുദായത്തിന് എപ്പോഴും കീറാമുട്ടിയായിട്ടുള്ള പല വിഷയങ്ങളും. ഇപ്പോൾ സെൻസസ് നടന്നിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം 2021 സെൻസസ് നടക്കേണ്ടത്. എന്തുകൊണ്ടാണ് സെൻസസ് നടക്കാത്തത്? എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടക്കണമെന്നുള്ളതാണ്. 2021 അവർ പറഞ്ഞു കോവിഡ് കാരണം സെൻസസ് നടക്കാത്തതാണ്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് ഇപ്പോഴും സെൻസസ് നടക്കാനുള്ള യാതൊരു തയ്യാറെടുപ്പ് പോലും അവർ നടത്തുന്നില്ല. അപ്പോൾ അത് പഠിച്ചപ്പോഴാണ് കാണുന്നത് 2026 ശേഷം നടത്തുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മണ്ഡല പുനർനിർണയം നടക്കേണ്ടത് എന്നാണ് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സെൻസസ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെൻസസ് നടക്കേണ്ടത് 10 വർഷത്തിന് ശേഷമാണ്, 2034 അപ്പോൾ മണ്ഡല പുനർനിർണയം നടക്കേണ്ടത് അപ്പോൾ 2034 സെൻസസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇവർ സർക്കാരിൽ ഉണ്ടാവില്ല. അപ്പോൾ 2026 ശേഷം സെൻസസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ സെൻസസ് നടത്താതെ വെക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് സെൻസസ് നടത്തണമെന്നുള്ള ഒരു ആവശ്യം ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ വെച്ചത്. ഇനിയിപ്പോൾ അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഇഷ്യൂ ആക്കി തന്നെ മാറ്റേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ
2026 ശേഷം സെൻസസ് നടത്തും. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യും. അതേത് രീതിയിലാണ് മണ്ഡലങ്ങൾ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തെക്കേ ഇന്ത്യയിൽ മണ്ഡലങ്ങൾ കുറയുകയും ഉത്തരേന്ത്യയിൽ മണ്ഡലങ്ങൾ കൂടുകയും, അങ്ങനെ പല പല വിദ്യകൾ അവർ ചെയ്യുകയും ചെയ്യും. അതിനുശേഷമാണ് നമുക്ക് ജാതി സെൻസസിൻ്റെ ആവശ്യകത. എന്തുകൊണ്ട് ജാതി സെൻസസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് ജാതി സെൻസസ് നടത്തുന്നത്? നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥരിൽ പ്രാതിനിധ്യം കിട്ടണമെന്നുള്ളത് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രാതിനിധ്യം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപാധി വേണ്ടേ? അതിനുള്ള ഉപാധിയാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജനപ്രാതിനിധ്യം അനുസരിച്ചിട്ട് നമുക്ക് സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം കിട്ടണം എന്നുള്ളത് നോക്കുമ്പോൾ ഇവിടെ നടത്തിയ NGOകളുടെ സെൻസസോ സ്റ്റഡികളോ എന്ന് പറയാവുന്ന പഠനങ്ങളിലെല്ലാം ഈ മുസ്ലിം സമുദായം ഏകദേശം 110-120% പിന്നോക്കമാണ്. അതായത് ഗവൺമെന്റ് ജോലികളിൽ മുസ്ലിംസ് പ്രാതിനിധ്യം 110-120% പിന്നോക്കത്തിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മുസ്ലിം സമുദായത്തിന്റെ സംവരണത്തോത് കൂട്ടുകയാണ് വേണ്ടത്. ഈ മുസ്ലിം സമുദായത്തിന്റെ സംവരണത്തോത് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസസ് നടത്താത്തത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൂട്ടമായിട്ട് നമ്മളത് അറ്റാക്ക് ചെയ്ത്, ഇതെല്ലാം നമുക്ക് വെറുതെ തന്നേക്കുന്ന സംഗതി, ഇതെല്ലാം ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ട ബാധ്യതയാണ്. സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും ചെയ്യേണ്ട ബാധ്യതയാണ്. ഭരണഘടനാപരമായിട്ടും ചെയ്യുന്നില്ല, അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി പരമായിട്ടും ചെയ്യുന്നില്ല. അതിന്റെ ഫലം എന്താണ്? നമ്മുടെ പ്രാതിനിധ്യം നാൾക്ക് നാൾ കുറഞ്ഞു വരികയാണ്, സംവരണം തോത് കൂട്ടാത്തത് കൊണ്ട്. അത് രണ്ടാമത്തെ വിഷയമായിട്ട് എടുത്തിടണമെന്ന് തോന്നി. പിന്നീടാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞ പോലെ ഫെഡറലിസം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാവുന്നത്. അതിനുശേഷം ഞാൻ ആൾക്കൂട്ട കൊലപാതകത്തിനെ കുറിച്ച് അവിടെ പരാമർശിച്ചു. പ്രത്യേകിച്ച് ഈ ജൂൺ 4 ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം എത്രമാത്രം ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് ഉത്തരേന്ത്യയിൽ നടന്നത് എന്നുള്ളത് അക്കമിട്ട് ഞാൻ പറഞ്ഞു. ഞാനന്ന് പറഞ്ഞു, രാജ്യത്തെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങൾ, അവർ നടത്തിയ പ്രസംഗങ്ങൾ, അതൊരു സമുദായത്തിനെതിരെ നടത്തിയ പ്രസംഗങ്ങൾക്കെതിരെ ഒരു രീതിയിലുള്ള നടപടിയും എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ പ്രധാന പ്രതി പ്രധാനമന്ത്രി തന്നെയാണ്. പ്രധാനമന്ത്രി ആ നടത്തിയ പ്രസംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്ത അധികാരികളാണ് അതിന്റെ രണ്ടാമത്തെ പ്രതികൾ. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീറ്റിന്റെ കാര്യമെല്ലാം പറഞ്ഞത്. നീറ്റിൽ 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഒരു പരീക്ഷയിൽ എന്തുകൊണ്ട് ഇങ്ങനെ പേപ്പറുകൾ ലീക്കാകുന്നു, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലീക്കാവുന്നുള്ളത് ഒരു അന്വേഷണവുമില്ല. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. അതുപോലെ തന്നെ ഇവരെന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇവിടെ വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, എയർപോർട്ടുകളുണ്ടെന്ന്. ഡൽഹിയിലെ എയർപോർട്ടിന്റെ മേൽക്കൂര തകർന്ന് വീണിട്ട് 6 പേരാണ് മരിച്ചത്, ഡൽഹി പോലത്തെ ഒരു സ്ഥലത്ത്. അതിനുശേഷം നമ്മൾ കണ്ടു പല സ്ഥലത്തെയും എയർപോർട്ടുകളുടെയും റെയിൽവേ സ്റ്റേഷന്റെയും മേൽക്കൂരകൾ തകർന്നു വീഴുന്നത്. അപ്പൊ എല്ലാ തരത്തിലും പരാജയമായിട്ടുള്ള ഒരു സർക്കാരിനെ ആ കാര്യങ്ങൾ അക്കമിട്ട് തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു നമ്മുടെ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ സീനിയേഴ്സുമായിട്ട് ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ആ പ്രസംഗം നടത്താനുള്ള സാഹചര്യമുണ്ടായി. എന്തായാലും നമുക്കിപ്പോ ഈ സംഗതി ഇവിടെ നിർത്താൻ പറ്റുകയില്ല. ഇപ്പോൾ ബജറ്റ് സെഷൻ 22-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ 22-ാം തീയതി പാർലമെന്റ് തുടങ്ങുകയാണെങ്കിൽ 15 ദിവസം മുമ്പ് നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കണം. അതായത് ഇപ്പോൾ ആ ഡേറ്റുകൾ ഏകദേശം കഴിഞ്ഞു, ആ എഴുതി കൊടുക്കേണ്ട ഡേറ്റുകൾ. ഇപ്രാവശ്യം നമ്മൾ എഴുതി കൊടുത്തേക്കുന്ന ആദ്യത്തെ ചോദ്യങ്ങളും ആദ്യത്തെ സബ്മിഷനും ഗൾഫ് യാത്രാ നിരക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കൂടുന്നു എന്നുള്ള ഒന്നാമത്തെ ചോദ്യവും, ഗൾഫിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ ഇതേപോലെ ക്യാൻസൽ ചെയ്ത് എന്തുകൊണ്ട് പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് 2 ഉത്തരങ്ങളാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് വോട്ടവകാശത്തിന്റെ കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സർക്കാർ എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് ഏതൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒരു ചർച്ചയും ഇല്ലാതെ പാസ്സാക്കിയെടുക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള, പിന്നോക്ക വിഭാഗക്കാർക്ക് വിരുദ്ധമായിട്ടുള്ള, ഭരണഘടനാപര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ വന്നത്. നമ്മൾ പൗരത്വ നിയമത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും പറഞ്ഞു.
ഈ പൗരത്വ നിയമം എന്തുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കി? അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാ അഭയാർത്ഥികളും ഒരുപോലെ കാണണ്ടേ? ഒരു സമുദായത്തിൻ്റെ അഭയാർത്ഥികളെ മാത്രം മാറ്റി നിർത്തുന്നത് എന്ത് വ്യവസ്ഥയിലാണ്? അപ്പോൾ അതിനൊരു ബില്ല് കൊണ്ടുവരിക. അതായത് ആ നിയമം ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഒരു സമുദായത്തെ നിങ്ങൾ മാറ്റി നിർത്തി, ആ സമുദായത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നിയമം ശരിയാക്കി എടുക്കുക, ഭരണഘടനയ്ക്ക് അനുസൃതമാക്കിയ നിയമമാക്കി എടുക്കുക എന്നുള്ള ഒരു സംഗതിയാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. സർക്കാർ അനുവദിക്കില്ല. പക്ഷെ നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരം കിട്ടുമല്ലോ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട അഭയാർത്ഥികളെ മാറ്റി നിർത്തുന്നു എന്നുള്ള വസ്തുത എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം ഇങ്ങനത്തെ സർക്കാരുകളെ ചോദിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും. അവരെ മുൾമുനയിൽ നിർത്തേണ്ടി തന്നെ വരും. ലോക്സഭയിൽ ഇപ്പോൾ BJPക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും അവരുടെ മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പറയുന്ന ബില്ലുകളെല്ലാം അവർക്ക് പാസ്സാക്കാം, നിയമങ്ങളെല്ലാം പാസ്സാക്കാം. നിയമങ്ങൾ പാസ്സാക്കി രാജ്യസഭയിലേക്ക് വരാം. രാജ്യസഭയിൽ വന്നു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും അവർക്ക് പാസ്സാക്കാൻ പറ്റുകയില്ല. അവിടെ ശക്തമായിട്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളെല്ലാം ഒത്തുചേർന്നിട്ട് അവിടെ അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി വരുന്ന കാലത്തിൽ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കേണ്ട ഒരു ആവശ്യത ഈ സർക്കാരിന് ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം നിലകൊള്ളുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കോടതിയുടെ ഒരു നിയമം വന്നു. ഷാഫി ചാലിയും ഞാനും അല്ലാതെ ചർച്ച ചെയ്താണ്. കോടതിയുടെ ഒരു വിധി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം നൽകണമെന്നുള്ളതാണ്. അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ജീവനാംശം നൽകണമെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് അഭിനവ മുസ്ലിങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ വിജയമാണ് എന്നുള്ളത്. ഒന്നില്ലെങ്കിൽ അവർ നിയമം ശരിക്കും നോക്കാതെയാണ്, അല്ലെങ്കിൽ ശരിക്കും പഠിക്കാതെയാണ്. 1986 ഒരു മുസ്ലിം വിമൻസ് റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് തലാഖ് ചൊല്ലപ്പെടുന്ന ഓരോ മുസ്ലിം വനിതക്കും എന്താണ് ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു മുൻ ഭർത്താവ് ചെയ്യേണ്ടത് എന്നുള്ളത്, 4 കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് 1986 നിയമത്തിൽ. അതിനകത്ത് ഒരു വൺ ടൈം ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് കോമ്പൻസേഷൻ, അതാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ മഹർ മടക്കി കൊടുക്കുക, കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റുകൾ മടക്കി കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഒരു വിവാഹമോചനം നേടുന്ന ഒരു സ്ത്രീക്ക് ആ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ 86 നിയമത്തിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ സെക്ഷൻ 125 അത് മാസം ഒരു വിവാഹമോചിതയായ ഭാര്യക്ക് കൊടുക്കേണ്ട ഒരു മെയിൻ്റനൻസ് തുകയാണ്. അത് മാസം അത് ചിലപ്പോൾ കോടതിയിൽ അത് അടക്കണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി മേടിക്കണം. അത് മാസം. ഇപ്പം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, 986 നിയമം അനുസരിച്ച് ഒരു ഭർത്താവ് തൻ്റെ കടമ നിറവേറ്റിയില്ലെങ്കിൽ ഒരു ഭാര്യക്ക് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 125 പ്രകാരം ഒരു ഹർജി കൊടുക്കാം എന്നുള്ളതാണ്. ആയിക്കോട്ടെ, അപ്പോൾ കോടതി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. 986 നിയമം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു വിവാഹമോചിതയായ സ്ത്രീ അവർക്ക് കിട്ടേണ്ട തുകകൾ കിട്ടേണ്ടതും അത് എങ്ങനെയാണ് കിട്ടേണ്ടത്, എത്രയാണ് കിട്ടേണ്ടതെന്ന് അക്കമിട്ട് ആ നിയമം പറയുന്നുമുണ്ട്. അപ്പം അതിനെയാണ് ഇങ്ങനെ വലിയ രീതിയിൽ വ്യാഖ്യാനിച്ച് ഒരു ശരീഅത്ത് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിധിയായിട്ട് നമ്മുടെ മേത്തെല്ലാം അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മൃഗീയ ഭൂരിപക്ഷമുള്ള സർക്കാർ ഉണ്ടാകുമ്പോൾ ജുഡീഷ്യറി അല്ലെങ്കിൽ കോടതികളെല്ലാം സ്വതവേ കുറച്ച് ശക്തി ബലക്ഷയം സംഭവിക്കും. അത് നമ്മൾ 2014 തൊട്ട് നമ്മൾ കാണുന്നതാണ്, ഒരു 10 വർഷം നമ്മൾ കാണുന്നതാണ്. പക്ഷേ 2024 ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഒരു മാറ്റമുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്.
അത് കോടതികളിലും അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അപ്പോൾ കോടതിയുടെ സപ്പോർട്ട് കൂടി ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മാസങ്ങളിലും വർഷങ്ങളിലും ഈ പറയുന്ന തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ വന്നാൽ അത് പൂർണ്ണ തോതിൽ ചെറുത്ത് നിൽക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശക്തിയും എൻ്റെ സീനിയേഴ്സായിട്ടുള്ള മെമ്പർമാരോടൊത്ത് വിനിയോഗിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഈ ഒരു ആശംസാ യോഗം ഇവിടെ അനുമോദനവും പറയില്ല, ആശംസാ യോഗം സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയോടുള്ള എൻ്റെ കൃതജ്ഞയും കടപ്പാടും ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.